ഹലോ മക്കളെ, വെൽക്കം ടു എം എസ് സൊല്യൂഷൻ. അപ്പോൾ ആദ്യമായിട്ട് എം എസ് സൊല്യൂഷൻ്റെ ഈ വീഡിയോ കാണുന്ന വിദ്യാർത്ഥികളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം കേട്ടോ. എനിക്ക് രണ്ട് മക്കളുണ്ട് വീട്ടിൽ. ഒരുത്തൻ്റെ പേര് ഫൈസാന്, മറ്റൊരുത്തൻ്റെ പേര് സെഹ്റാൻ. ഇവർ രണ്ട് പേരും മറ്റന്നാൾ എക്സാമിന് പോകണം എന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ചിട്ട് ടെൻഷൻ അടിച്ചിട്ട് ഇപ്പോഴേ ഞാൻ വീട്ടിൽ നിന്ന് പോരുന്ന സമയത്ത് ഭയങ്കര കച്ചറയാണ്. അപ്പം സത്യത്തിൽ കുറേ കുട്ടികളുടെ ഉള്ളിൽ ഓണപ്പരീക്ഷ എന്നൊക്കെ കേൾക്കുന്ന സമയത്ത് സാധാരണ മക്കളുടെ ഉള്ളിലുണ്ടാവില്ല എന്താണ്, അതിൻ്റെ ആഘോഷങ്ങളെക്കുറിച്ചും അല്ലേ, അതിൻ്റെ പൂവിടുന്നത്, അതുപോലെ തന്നെ നമ്മൾ സ്കൂളിലേക്ക് പോകുന്നത്, പായസം കുടിക്കുന്നത്, സദ്യ കഴിക്കുന്നത്, അങ്ങനെ പാരൻസിനായിട്ട് ടൂർ പോകുന്നത്, നല്ല ഡ്രസ്സ് എടുക്കുന്നത്, ഇതുപോലെ മനോഹരമായ ഓർമ്മകളാണ് ശരിക്കും എല്ലാ കുട്ടികൾക്കും ഉണ്ടാവേണ്ടത് അല്ലേ. പക്ഷേ നമ്മളൊക്കെ പ്രശ്നം എന്താണ്, ഓണപ്പരീക്ഷ. അയ്യോ സാറേ, ഞങ്ങളുടെ നല്ലോണായിരുന്നു, ഞങ്ങളുടെ പൊന്നോണായിരുന്നു, ആ ഓണം കംപ്ലീറ്റ് എന്തിൽ പോയി സാറേ, ഓണപ്പരീക്ഷ കൊണ്ടുപോയില്ലേ, ഞങ്ങൾ ഇനി എന്താ ചെയ്യുക സാറേ. അപ്പോഴേ ഈ ഓണമെന്ന് കരുതിയിട്ട് നമ്മളെ പഠനത്തിന് നമുക്ക് ബ്രേക്ക് കൊടുക്കാൻ പറ്റുവാടാ? പഠിക്കേണ്ട സമയത്ത് നമ്മൾ പഠിക്കേണ്ട വേണ്ടേ? അപ്പം ഞാൻ ഈ ഓണം എന്നുള്ളത് എങ്ങനെ എഴുതുകയാടാ? നിങ്ങൾ ഒരു കാര്യം കണ്ടോട്ടാ, നിങ്ങൾ ഇന്ന് വരെ കേട്ടിട്ടുണ്ടാവില്ല ഇങ്ങനെ ഒരു കാര്യം കേട്ടോ. ഓണം എന്നുള്ളത് നമ്മൾ എഴുതൽ ഇങ്ങനെയാണ് അല്ലേ, ഓണം അല്ലേ. ഇതിന് ഞാനൊരു എക്സ്പ്ലനേഷൻ തരാം കേട്ടോ. ഇങ്ങനെ ഓ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച്, ഒരുമിച്ച് അല്ലേ, ഒരുമിച്ച്. അപ്പം എന്ന് പറഞ്ഞാലോ നമുക്ക്, ഒരുമിച്ച് നമുക്ക് അല്ലേ. എന്ന് പറഞ്ഞാലോ അടിപൊളിയായി കേട്ടോ, അടിപൊളിയായി, അടിപൊളിയായി നോക്കിക്കോളൂ കേട്ടോ, അടിപൊളിയായി. എന്ന് പറഞ്ഞാൽ മുന്നേറാം. ഓക്കെ, അപ്പം നിങ്ങൾ ഒറ്റയ്ക്ക് പഠിച്ച് ബുദ്ധിമുട്ടാവണ്ട, നമുക്ക് ഒരുമിച്ച് ഓണത്തിന് അടിപൊളിയായിട്ട് പഠിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മുന്നേറാൻ പറ്റും. നിങ്ങളുടെ കൂടെ എം എസ് സൊല്യൂഷൻ ഉണ്ടാവും. കാര്യം നിങ്ങളെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഏത് ചോദ്യം വരും എന്നുള്ളതും, ഏത് ടൈപ്പാണ് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളതും, എങ്ങനെ വരും എന്നുള്ളതൊക്കെ ആയിട്ട് പ്രഡിക്ഷൻ വീഡിയോസ് ആയിട്ട് എം എസ് വരുന്നുണ്ട്. നിങ്ങളെ കൂടെ കട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. നമ്മുടെ കൂടെ കൂടിക്കോ. നിങ്ങൾ 8ാം ക്ലാസ്സിൽ നിങ്ങൾക്ക് അറിയാലോ, സിസ്റ്റം മാറിയിട്ടുണ്ടല്ലോ, വേറെ ലെവലിൽ വേണ്ട നമുക്ക് മിനിമം മാർക്കൊക്കെ കമ്പൽസറി ആണ്. നിങ്ങൾക്ക് അറിയില്ലേ? അറിയില്ലെങ്കിൽ വായോ, ഞങ്ങൾ പഠിപ്പിച്ചു തരാടാ. ഇവിടെ മുതലേ നിങ്ങളുടെ ബേസ് ലെവലാക്കിയിട്ട്, ഇംഗ്ലീഷൊക്കെ ഞാൻ എടുക്കുന്നത്, മാത്സ് എടുക്കുന്ന സാറിൻ്റെ മനോഹരമായ മാത്സിൻ്റെ ക്ലാസ് ഉണ്ട്. നിങ്ങളുടെ ബേസൊക്കെ ലെവലാക്കിയിട്ട് പക്കാ ക്ലിയർ ആയിട്ട് നിങ്ങളെ നല്ല മാർക്കോട് കൂട്ടിയിട്ട് 9th എത്തിക്കാൻ വേണ്ടിയുള്ള ഫുൾ ട്രിക്കുമായിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ കൂടെ കൂടിക്കോ. ഇനിയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാത്രമല്ല ലൈക്ക് ചെയ്യുക, നിങ്ങളെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് എന്ത് ചെയ്യുക, എത്തിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ പറഞ്ഞ പോലെ ഈ വർഷത്തെ ഓണം എങ്ങനെയാണ്, ഒരുമിച്ച് നമുക്ക് അടിപൊളിയായി മുന്നേറാം. ബൈ.